ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല നല്ല കോഡിലൂടെയും കണക്ഷനിലൂടെയും സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ ഹൈവേസും ഇന്ത്യൻ റോഡ് ട്രാൻസ്പോർട്ടേഷനും. മത്സര പരീക്ഷയിൽ ഈ ഭാഗത്ത് നിന്നും സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിച്ച് കുഴപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ NH-66, 2 ഉണ്ട് അതിൽ, നമ്മൾ മൂന്നാറെന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ NH-66 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിക്കും. നമുക്ക് കോർഡിനേറ്റ് ഇങ്ങനെ ഓർക്കാം. ആ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 പനയും 6 കന്യകമാരെയും കാണാൻ പറ്റുമെന്ന്. 6 പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പനവേലിനെയും, 6 കന്യക എന്നാൽ കന്യാകുമാരിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പനവേൽ എന്നാൽ വലിയ മഹാപനയാണ് എന്നോർത്തോളൂ. യെസ്, മഹാരാഷ്ട്രയിലാണ് ഈ പൻവേലി സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി നമുക്കറിയാം തമിഴ്നാട്ടിലാണ്. ഇതുപോലെ നമുക്ക് പഠിക്കേണ്ട എല്ലാ നാഷണൽ ഹൈവേസും രസകരമായിട്ടുള്ള നല്ല നല്ല കണക്ഷനിലൂടെ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കിയ നാഷണൽ ഹൈവേയിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏത് എന്ന് ചോദിച്ചാൽ അത് NH-66 ആണ്. കേരളത്തിലല്ലേ മൂന്നാറൊക്കെ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേക്കും 2 ഉണ്ട് എന്ന് ഓർത്തോളൂ. അത് ഇങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാം. ആ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 പനയും കാണാം, മഹാപനയാണ് എന്നോർത്തോളൂ. 6 കന്യകമാരെയും കാണാം. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്നും കന്യാകുമാരിയാണ് ഈ നാഷണൽ ഹൈവേ കണക്ട് ചെയ്യിക്കുന്നതെന്നും ഓർത്തോളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ അഥവാ സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 സിറ്റികളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഈ നാഷണൽ ഹൈവേ 12ഓളം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഒരു യൂണിയൻ ടെറിട്ടറി, അത് നമ്മുടെ തലസ്ഥാനമാണ്, ഡൽഹിയിലൂടെയും കടന്നു പോകുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന 4 സ്ഥലങ്ങളെ കുറിച്ച് മത്സര പരീക്ഷയിൽ ചോദിക്കും. നമുക്കത് കോഡിനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ രാജ്യത്തിന്റെ 2 തലസ്ഥാനങ്ങളെയും 2 ഗേറ്റുകളെയുമാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നതെന്ന്. അതിലാദ്യത്തേത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം തന്നെയായിട്ടുള്ള ഡൽഹി, ഇന്ദ്രപ്രസ്ഥം അല്ലേ? യെസ്, ഡൽഹി. രണ്ടാമത്തേത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന വിവേകാനന്ദന്റെ നാടായിട്ടുള്ള കൊൽക്കട്ടയാണ്. എങ്കിൽ ഇനി നമുക്ക് അറിയാനുള്ളത് അത് ബന്ധിപ്പിക്കുന്ന 2 ഗേറ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തേത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈ ആണ്. മുംബൈയുടെ ഒരു വശത്ത് അറബിക്കടലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്ത് റോക്കി ബായി ആണല്ലേ, KGF സിനിമയിൽ പറയുന്നത് പോലെ. അപ്പൊ ആ റോക്കി ബായി അവിടുത്തെ ഗേറ്റിലാണ് ഇരുന്ന് എല്ലാവർക്കും ബൈ പറയുന്നതെന്ന് ഓർത്തോളൂ. അതാണ് മുംബൈ. എങ്കിൽ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ ചെന്നൈ ആണ്. മുംബൈ, ചെന്നൈ, രണ്ടിലും ഏറ്റവും അവസാനം AI ഉണ്ട്. അപ്പൊ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലാണ്. അപ്പൊ 2 ഗേറ്റുകളെയും 2 തലസ്ഥാനങ്ങളെയുമാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നതെന്ന് ഓർത്തോളൂ. അപ്പൊ 4 സ്ഥലങ്ങളെയാണ്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഓർത്തോളൂ. തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ട ബായിയെ ചെന്നൈയിൽ കണ്ടെത്തി. തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. കൊല്ലപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കട്ട എന്ന് ഓർത്തോളൂ. ബായി എന്നാൽ മുംബൈ എന്നോർത്തോളൂ. എവിടെ? ചെന്നൈയിലാണ് കണ്ടെത്തിയത്. യെസ്, ചെന്നൈ, ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ. എങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ കടന്നു പോകുന്നത് എത്ര സ്റ്റേറ്റിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അത് 12 സ്റ്റേറ്റ് ആണ്. 4 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. 4ന്റെ 3 ഇരട്ടിയാണ് 12. 12 സ്റ്റേറ്റിലൂടെയും ഒരു യൂണിയൻ ടെറിട്ടറിയിലൂടെയുമാണ് കടന്നു പോകുന്നത്. അത് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയാണ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഈ സുവർണ ചതുഷ്കോണത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് NH-44. 4 സ്ഥലങ്ങളല്ലേ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ ആ NH-44ലും 2 4 ഉണ്ട് എന്ന് ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ NH-44ൽ നിന്നും വീണ്ടും ഒരു 4 കൂട്ടിയാൽ NH-48 ആവുമല്ലേ? യെസ്, NH-48ഉം കടന്നു പോകുന്നുണ്ട്. ഇനി അടുത്തടുത്തുള്ള 2 പ്രൈം നമ്പേഴ്സ് ഉള്ള നാഷണൽ ഹൈവേസ് ആണ് അതുവഴി കടന്നു പോകുന്നത്. NH-17ഉം NH-19ഉം. ഓർക്കാനായിട്ട് എളുപ്പമല്ലേ? NH-44 2 4 ഉണ്ട്. അതിൽ നിന്ന് ഒരു 4 കൂട്ടിയാൽ NH-48. പിന്നെ അടുത്തടുത്ത 2 പ്രൈം നമ്പേഴ്സ് NH-17, NH-19. ഓക്കെ, ഇനി ഈ നാഷണൽ ഹൈവേസ് ഒക്കെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് അത് നോക്കാം.
നാഷണൽ ഹൈവേ 44 നമ്മൾ പറഞ്ഞു സുവർണ ചതുഷ്കോണത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആണ്. എന്നാൽ ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏത് എന്ന് ചോദിച്ചാൽ അത് NH44 ആണ് എന്ന് പറയണം. നമുക്ക് ഇങ്ങനെ ഓർക്കാം, ഇതില് 2 4 ഉണ്ടല്ലേ. യെസ്, 4 ദിക്കിലൂടെയും 4 വഴിക്ക് റോഡുകളുള്ള രാജ്യത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് NH44. ആ 2 4 ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, അപ്പോ മറക്കത്തില്ല. ഇത് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും മുകളിലുള്ള തലയായിട്ടുള്ള ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും ഏറ്റവും താഴെ ഇന്ത്യയുടെ വാലായിട്ടുള്ള ഏറ്റവും താഴത്തെ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട്. തമിഴ്നാടിന്റെ ഏറ്റവും എൻഡിലുള്ളതാണ് കന്യാകുമാരി. അപ്പൊ ഏറ്റവും താഴെ വാലായിട്ടുള്ള കന്യാകുമാരിയുമാണ് കണക്ട് ചെയ്യുന്നത്. തല മുതൽ വാല് വരെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആയിരിക്കുമല്ലോ. അപ്പൊ ശ്രീനഗറിനെയും കന്യാകുമാരിയും തമ്മിലാണ് ഈ നാഷണൽ ഹൈവേ NH44 കണക്ട് ചെയ്യിക്കുന്നത്. ഇവിടെ നിന്ന് ഇതുവരെ ഉണ്ട് എന്ന് ഓർത്താൽ മതി. എങ്കിൽ എത്ര സ്റ്റേറ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് ചോദിക്കും. 11 സ്റ്റേറ്റിലൂടെയാണ്. അപ്പോ 2 1 ഉണ്ട്. NH44 2 4 പോലെ എത്ര സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നാഷണൽ ഹൈവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 4ൽ 1 11 അഥവാ 2 1 ഉണ്ട് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയത് NH44. 4 ദിക്കിൽ നിന്നും 4 വഴിയിലൂടെയുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു NH44. അത് ഇന്ത്യയുടെ വടക്ക് നിന്നും തെക്ക് വരെയാണ് നീണ്ട് കിടക്കുന്നത്. ഏറ്റവും വടക്കുള്ളത് ജമ്മു കാശ്മീർ നോർത്തിലാണ് എങ്കിൽ ഏറ്റവും തെക്കുള്ളത് താഴെയുള്ളത് തമിഴ്നാട്. അതുവരെയാണ് NH44 കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ്. അത് NH27 ആണ് എന്ന് ഓർത്തോളൂ. അഥവാ 3ന്റെ ക്യൂബാണ്. അങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും എളുപ്പമുണ്ട്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് എത്രയാണ്? 27. NH27. ഇത് അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ ഹജ്റയും തമ്മിലാണ് കണക്ട് ചെയ്യിക്കുന്നതെന്ന് ഓർത്തോളൂ. നമുക്കത് കണക്ട് ചെയ്യാം. അതിനു മുന്നേ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നാഷണൽ ഹൈവേയും ഓർക്കേണ്ടതുണ്ട്. അത് NH53 ആണ്. NH53 കണക്ട് ചെയ്യിക്കുന്നത് ഗുജറാത്തിലെയും ഒഡീസയിലെ പാരാദ്വീപിനെയും തമ്മിലാണ് എന്നും ഓർത്തോളൂ. നമുക്കത് ഇങ്ങനെ കണക്ട് ചെയ്യാം. 27 NH27ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 54 അല്ലേ. ഓൾമോസ്റ്റ് അതിനടുപ്പിച്ച നമ്പറാണ് 53. അപ്പൊ NH27 ആണ് കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ അഥവാ 3 ക്യൂബ്. അപ്പൊ അതിന്റെ ഇരട്ടിയോട് അടുപ്പിച്ചിട്ടുള്ള നാഷണൽ ഹൈവേയും കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നാഷണൽ ഹൈവേ ആണ്. അത് NH53 ആണ്. അപ്പോ NH27 കണക്ട് ചെയ്യുന്നത് നമുക്ക് മാപ്പിലൂടെ നോക്കാം. അസമിലെ സിൽച്ചാറിൽ നിന്നും ഗുജറാത്തിലെ ഹജ്റയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഏറ്റവും വലിയ നാഷണൽ ഹൈവേ NH27 അഥവാ 3 ക്യൂബ് എന്നോർത്തോളൂ. ഇവിടെയാണ് അസമുള്ളത്. അസമിലെ സിൽച്ചാറിൽ നിന്നും ഗുജറാത്തിലെ ഹജ്റയിലേക്ക്. ഇങ്ങനെ ഓർത്താൽ മതി. സാമ അച്ചാറും കൊണ്ട് ഗുജറാത്തിൽ ഹാജരായി NH27 വഴി. സാമ അച്ചാറും കൊണ്ട് ഗുജറാത്തിൽ ഹാജരായി എന്ന് ഓർത്തോളൂ. എങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ ആണ് NH53. 27ന്റെ ഇരട്ടി 54 ആണ്. ഓൾമോസ്റ്റ് അതിനോട് അടുപ്പിച്ച നമ്പർ NH53. അത് കണക്ട് ചെയ്യിക്കുന്നത് ഗുജറാത്തിനെയും ഒഡീസയും തമ്മിലാണ്. ഇങ്ങനെയാണ് ഗുജറാത്തിനെയും ഒഡീസയും തമ്മിൽ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ട്രയാങ്കിൾ പോലെയല്ലേ കിടക്കുന്നത്. ഒന്ന് അസമിലെ സിൽച്ചാറിൽ നിന്നും ഗുജറാത്തിലോട്ട് 27, പിന്നെ അതിന്റെ ഇരട്ടിയോട് അടുപ്പിച്ച നമ്പർ 53. അത് ഗുജറാത്തിൽ നിന്നും ഒഡീസയിലേക്ക്. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത്, ട്രയാങ്കിൾ പോലെ. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. സാമ അച്ചാറും കൊണ്ട് ഗുജറാത്തിൽ ഹാജരായിട്ട് ഗുജറാത്തിൽ നിന്നും പാരാദ്വീപിലേക്ക് ഓടി എന്ന് ഓർത്തോളൂ. പാരാദ്വീപ് ഒഡീസയിലാണ് NH53. സാം അച്ചാറും കൊണ്ട് ഗുജറാത്തിൽ ഹാജരായത് 3 ക്യൂബ് NH27 എങ്കിൽ അതിന്റെ ഇരട്ടിയോട് അടുപ്പിച്ച നമ്പർ NH53. ഗുജറാത്തിൽ നിന്നും പാരാദ്വീപിലേക്ക് ഓടി ഇങ്ങനെ കണക്ട് ചെയ്യണം. എങ്കിൽ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട സുവർണ ചതുഷ്കോണത്തിലൂടെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ ആണ് NH48. ആദ്യത്തേത് നമ്മൾ നോക്കി. NH44 ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ്.
എങ്കിൽ സുവർണ ത്രികോണത്തിലൂടെ പോകുന്ന മറ്റൊരു നാഷണൽ ഹൈവേ ആണ്. ആ 44ൽ നിന്നും 4 കൂട്ടിയാൽ 48 കിട്ടും. NH-48 ആണ്. ഇത് ഇന്ത്യയുടെ തലസ്ഥാനത്തിനെയും ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നോർത്തോളൂ. യെസ്, തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ ചെന്നൈയിലാണ്. ഈ ചെന്നൈയിൽ, തമിഴ്നാട്ടിലല്ലേ കൂടുതൽ എല്ലാവരും തല എന്നൊക്കെ പറയുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിലാണ് തല ധോണിയൊക്കെ കളിക്കുന്നത്. അത് മാത്രമല്ല തല അജിത്ത് എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിയും ചെന്നൈയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. തലയും ചെന്നൈയും തമ്മിൽ ബന്ധമുണ്ട്. തല എന്നാൽ തലസ്ഥാനം എന്ന് തന്നെ ഓർത്തോളൂ. അപ്പൊ തല എന്ന് കൂടുതൽ വിളിക്കുന്നത് തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ്. അപ്പൊ തലസ്ഥാനം ചെന്നൈ, അത് വെച്ചിട്ട് NH-48 നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. അവരുടെ തലയാണ് ധോണി അല്ലേ. അപ്പോ തല ചെന്നൈയിലേക്ക് പോകുന്ന 4 വരി പാതയിൽ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 8ന്റെ പണി കൊടുക്കും. അതാണ് 48. അപ്പൊ തലയും ചെന്നൈയും അങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോ തല ചെന്നൈയിലേക്ക് പോകുന്ന 4 വരി പാതയിൽ ആരെങ്കിലും നിന്നാൽ 8ന്റെ പണി കൊടുക്കും എന്നോർത്തോളൂ. അതിലെ തല എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനം വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. യെസ്, തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയെയും ചെന്നൈയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് NH-48. ആ 4 വരി പാതയിൽ പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കൊടുക്കും. തല, ചെന്നൈ അങ്ങനെ കണക്ട് ചെയ്തോളൂ. തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയും ചെന്നൈയും തമ്മിലാണ് കണക്ട് ചെയ്യിക്കുന്നത്. എങ്കിൽ ഇനി അടുത്ത് നോക്കേണ്ട സുവർണ ത്രികോണത്തിലൂടെ കടന്നു പോകുന്ന മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഹൈവേകളാണ് NH-17ഉം NH-19ഉം. ഞാൻ പറഞ്ഞു അടുത്തടുത്ത പ്രൈം നമ്പേഴ്സ് 17ഉം 19 അല്ലേ. അപ്പൊ NH-17 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളിലെ സെവോക്കിനെയും അസമിലെ ഗുവാഹത്തിയും തമ്മിലാണ്. നമുക്ക് കോഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. 17 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും +2 ഒക്കെ പഠിക്കുന്ന പ്രായമല്ലേ. ഈ വാഴ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഭയങ്കര കുറുമ്പുള്ള സമയമായിരിക്കും. അപ്പൊ അതുപോലെ കുറുമ്പുള്ള ഒരു 17കാരന്റെ കഥ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 17 വയസ്സുള്ള ഒരു ബംഗാളി സാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുള്ളി കുറുമ്പ് കാണിച്ചിട്ട് ഒരു പണി ഒപ്പിച്ചു. അപ്പൊ 17കാരനായിട്ടുള്ള ബംഗാളി സാമിനെ ഗുഹയിൽ നിന്നും കണ്ടെത്തി. കുറുമ്പ് കാണിച്ചിട്ട് പുള്ളി ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് ഓർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ 17കാരനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH-17 ബംഗാളിയാണ് പുള്ളി. യെസ്, വെസ്റ്റ് ബംഗാളിലെ സെവോക്കിനെയും, അപ്പൊ 17 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെവോക്ക് 17 അതുപോലത്തെ ഇതല്ലേ. അപ്പൊ ബംഗാളി 17 സെവോക്ക് അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ബംഗാളി സാമിനെ ഗുഹയിൽ നിന്നും കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ സാം എന്നാൽ അസം, ഗുഹ എന്നാൽ ഗുവാഹത്തി അങ്ങനെ ഓർത്തോളൂ. അപ്പൊ 17കാരനായിട്ടുള്ള ബംഗാളി സാമിനെ ഗുഹയിൽ നിന്നും കണ്ടെത്തി. യെസ്, വെസ്റ്റ് ബംഗാളും സാമ് എന്നാൽ അസമിലെ ഗുഹയിൽ നിന്നാണ് ഗുവാഹത്തിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവോക്കിൽ നിന്നാണ്. അപ്പൊ സെവോക്ക് എന്നാൽ 17 പോലത്തെ നമ്പർ അല്ലേ. അപ്പൊ NH-17 ഈ സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ഈ രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കേണ്ട സുവർണ ത്രികോണത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ ആണ് NH-19. ഇത് ഡൽഹിയെയും കൊൽക്കത്തയും തലസ്ഥാനത്തിനെയും സാംസ്കാരിക തലസ്ഥാനത്തിനെയും തമ്മിലാണ് ഈ NH-19 വന്നിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. ഇത് ഒരാളുടെ പ്രായം വെച്ചിട്ട് നമുക്ക് 2 രീതിയിൽ ഓർക്കാം. 19 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് അടുത്ത വർഷം ഒരാൾ അഡൽട്ട് ആയി, പ്രായപൂർത്തിയായി എന്നൊക്കെ പറയും പോലെ. അപ്പൊ ഒരാൾക്ക് ഇന്ത്യയുടെ തലസ്ഥാനത്തിനെയും സാംസ്കാരിക തലസ്ഥാനത്തിനെയും കാണാനായിട്ട് ആഗ്രഹം തോന്നി, അങ്ങനെ സഞ്ചരിച്ചു എന്നോർത്തോളൂ. അപ്പൊ 19ാമത്തെ വയസ്സിൽ തലസ്ഥാനം എന്നാൽ ന്യൂഡൽഹി, സാംസ്കാരിക തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത. അപ്പൊ ന്യൂഡൽഹിയും കൊൽക്കത്തയും 19കാരൻ വിസിറ്റ് ചെയ്തു എന്ന് ഓർത്തോളൂ. യെസ്, NH-19 ന്യൂഡൽഹി കൊൽക്കത്ത. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കണക്ട് ചെയ്തോളൂ. 19കാരൻ ഡൽഹിയിൽ വെച്ച് കട്ടയ്ക്ക് കൊല്ലപ്പെട്ടു എന്നും ഓർത്തോളൂ. യെസ്, ഡൽഹി കട്ടയ്ക്ക് കൊല്ലും എന്നാൽ കൊൽക്കത്ത. ഈ രീതിയിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോ സുവർണ ത്രികോണത്തിലൂടെ പോകുന്ന 4 നാഷണൽ ഹൈവേ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. NH-44 4 ദിക്കിലൂടെയും 4 വഴിക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ അതിൽ നിന്നും 4 കൂട്ടിയാൽ NH-48. തല ചെന്നൈയിലേക്ക് പോകുന്ന 4 വരി പാതയിൽ ആരെങ്കിലും നിന്നാൽ 8ന്റെ പണി കെട്ടും. തല എന്നാൽ തലസ്ഥാനം ന്യൂഡൽഹി, ചെന്നൈ എന്നാൽ തമിഴ്നാട്ടിലെ ചെന്നൈയും തമ്മിലാണ് NH-48 കണക്ട് ചെയ്യുന്നത്. എങ്കിൽ അടുത്ത് നമ്മൾ നോക്കിയത് NH-17. 17കാരനായിട്ടുള്ള ബംഗാളി സാം ഗുഹയിൽ ഒളിച്ചു എന്നാണ് പറഞ്ഞത്. യെസ്, ബംഗാളി എന്നാൽ വെസ്റ്റ് ബംഗാള്, 17കാരൻ 70 അല്ലേ. യെസ്, വെസ്റ്റ് ബംഗാളിലെ സെവോക്കിനെയും അസാമിലെ ഗുവാഹത്തിയും തമ്മിലാണ് അത് കണക്ട് ചെയ്യുന്നത്. എങ്കിൽ NH-19 19കാരൻ തലസ്ഥാനത്ത് നിന്നും സാംസ്കാരിക തലസ്ഥാനത്തിലേക്ക് പോയി. ന്യൂഡൽഹി സാംസ്കാരിക തലസ്ഥാനം കൊൽക്കത്തയാണ്. ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 19കാരനെ ഡൽഹിയിൽ കട്ടയ്ക്ക് കൊല്ലും എന്നും ഓർത്തോളൂ. ഡൽഹി കൊൽക്കത്ത അങ്ങനെ കണക്ട് ചെയ്തോളൂ. പിന്നെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ അത് 3ന്റെ ക്യൂബ് NH-27 ആണ്. NH-27 അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ ഹജിറയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സാമ് അച്ചാറും കൊണ്ട് ഗുജറാത്തിൽ ഹാജരായി 3ന്റെ ക്യൂബുള്ള നാഷണൽ ഹൈവേ വഴി NH-27 എങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ടുള്ള നമ്പറിനോട് അടുപ്പിച്ച് നിൽക്കുന്നതാണ് NH-53. അത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഗുജറാത്തിൽ നിന്നും പാരാദ്വീപിലേക്ക് ഓടി. ഗുജറാത്തിലെയും ഒഡീസയിലെ പാരാദ്വീപിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് NH-53. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതുവരെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് NH-6 ആണ്. NH-6 അഥവാ NH-6. NH-6 ബന്ധിപ്പിക്കുന്നത് മേഘാലയയിലെ ജോറാബേട്ടിനെയും മിസോറാമിലെ സെല്ലിങ്ങിനെയും തമ്മിലാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. 6 ജോറ് എന്നോർത്തോളൂ. ജോറായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതിനെ സെല്ല് ചെയ്തു എന്ന് കണക്ട് ചെയ്യണം. അപ്പൊ 6 ജോറായിട്ടുള്ളൊരു സ്ഥലമാണ്, അതിനെ സെല്ല് ചെയ്തു. മേഘയുടെ ജോറായിട്ടുള്ള സ്ഥലത്തിനെ മീശ വെച്ച റാമിന് സെല്ല് ചെയ്തു എന്നോർത്തോളൂ. അതാണ് 6 ജോറ്. മേഘാലയയിലെ ജോറാബേട്ടിനെയും മിസോറാമിലെ സെല്ലിങ്ങിനെയും തമ്മിലാണ് ബന്ധിക്കുന്നത്. ഈ രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. എങ്കില് NH-16 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യിക്കുന്നത് ചോദിക്കും. അത് വെസ്റ്റ് ബംഗാളിലെ ഈസ്റ്റ് കോസ്റ്റിനെയും ചെന്നൈ, നമ്മുടെ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചെന്നൈയും തമ്മിലാണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. 16 തികയാത്ത ബംഗാളി പയ്യനെ ചെന്നൈയിൽ പണിക്കയച്ചു. പണ്ട് മറ്റേ ചോക്ലേറ്റ് സിനിമയിലാണെന്ന് തോന്നുന്നു ആ ഒരു ഡയലോഗില്ലേ, 16 തികയാത്ത പാൽക്കാരൻ പയ്യനെ പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ 16 തികയാത്ത ബംഗാളി പയ്യനെ ചെന്നൈയിൽ പണിക്കയച്ചു എന്നോർത്തോളൂ. 16 എന്നാൽ NH-16 ആണ്. ബംഗാളി എന്നാൽ വെസ്റ്റ് ബംഗാളിലെ ഈസ്റ്റ് കോസ്റ്റിനെയും ചെന്നൈയിൽ പണിക്കയച്ചു എന്നാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ ചെന്നൈയും തമ്മിലാണ് NH-16 ബന്ധിപ്പിക്കുന്നത്. ഈ രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ അടുത്ത് നോക്കാനുള്ളത് NH-1 ആണ്. മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. നമ്പർ 1 ഹൈവേ എന്നോർത്തോളൂ. അതാണ് NH-1. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഏറ്റവും മുകളിലുള്ള ജമ്മു കാശ്മീർ ലഡാക്ക് ഭാഗത്തായിരിക്കും NH-1. അതാണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പൊ NH-1 ഈ സൈഡിലാണ് ഉള്ളതെന്ന് ഓർത്തോളൂ. ഇത് ബാരാമുള്ളയിലെ ഉറിയെയും ലഡാക്കിലെ ലേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ബാരാമുള്ള ഉറിയൊക്കെ വന്നിട്ട് ജമ്മു കാശ്മീരിലാണ്. ഉറി അറ്റാക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ നമുക്ക് കോഡിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഒരുതൻ ചോദിച്ചുകൊണ്ടിരിക്കുക NH-1 എവിടെ ഉള്ളടാ, പറയടാ NH-1 എവിടെ ഉള്ളടാ, എവിടെ ഉള്ളടാന്ന് കുറെ നേരം ചോദിക്കും. കാട്ടാക്കട നീ എവിടെ ഉള്ളടാന്നൊക്കെ ചോദിക്കില്ലേ, മറ്റേ പാൻ ഇന്ത്യ ചാനലിൽ ചോദിക്കുന്ന പോലെ. NH-1 എവിടെ ഉള്ളടാ, കുറെ നേരം ആകുമ്പോഴത്തേക്കും വട്ടാകുമ്പോഴത്തേക്കും ഒരു ചെറുക്കൻ പറയും അത് ഉറിയിലേക്കാണെന്ന്. ചീത്ത വിളിക്കുന്നടാ ചേട്ടാ, ചീത്ത വിളിച്ചതല്ല, അത് ഉറിയിലേക്കാണ്. ഉറിയിൽ നിന്നും ലേയിലേക്കാണ് പോകുന്നത്. ഉറി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലാണ്, ജമ്മു കാശ്മീർ. അവിടെ നിന്നും ലേയിലേക്ക്, ലേ ലഡാക്കിലേക്കാണ് പോകുന്നത്. ഉറിയിലേക്ക് എന്നോർത്തോളൂ. NH-1 ഉറിയിലേക്ക്. അത് ഭാരമുള്ള ഉറി എന്നും ഓർത്തോളൂ. ബാരാമുള്ളയിലെ ഉറിയിൽ നിന്നും ലേക്ക്, ലേ എന്നാൽ ലേ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. NH-1 ഈ രീതിയിൽ കണക്ട് ചെയ്തോളൂ. എങ്കിൽ രണ്ടാമത്തെ ഒറ്റ സംഖ്യ NH-3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അത് പഞ്ചാബിലെ അട്ടാരിയിൽ നിന്നും ലേ ലഡാക്കിലേക്കാണ്. അപ്പൊ ആദ്യത്തെ 2 ഒറ്റ സംഖ്യകൾ 1, 3 രണ്ടിനെയും വന്നിട്ട് ലേ ലഡാക്ക് ഉണ്ട് എന്നോർത്തോളൂ. എങ്കിൽ NH-3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിലെ അട്ടാരിയിൽ നിന്നും ലേ ലഡാക്കിലേക്കാണ് അത് കണക്ട് ചെയ്യിക്കുന്നതെന്ന് ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യാം. പഞ്ചാബിലെ അട്ടകൾ ലേയിലേക്ക് പോയി. പഞ്ചാബിലെ അട്ടകൾ എന്നാൽ പഞ്ചാബ്, അട്ടകൾ എന്നാൽ അട്ടേരി, ലേ ലഡാക്കാണ്. അല്ലെങ്കിൽ 5 അട്ടകൾ ലേയിലേക്ക് പോയി എന്നും ഓർത്തോളൂ. പഞ്ചാബ്, അട്ടേരി, ലേ ലഡാക്കിനെ തമ്മിൽ NH-3 ബന്ധിപ്പിക്കുന്നു. ഈ രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. എങ്കിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏത് എന്ന് ചോദിക്കും. അത് NH-11 ആണ്. NH-1 ഈ 1 എന്നാൽ 2 കാലുകളാണ് എന്നോർത്തോളൂ. അത് പൃഥ്വിരാജിന്റെ കാലുകളാണ് എന്നോർത്തോളൂ. ആടുജീവിതം സിനിമയിലെ പൃഥ്വിരാജ് മരുഭൂമിയിലൂടെയല്ലേ ഇതേപോലെ 2 കാലും വെച്ച് നടന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്നത്. അപ്പൊ അതുപോലെ രാജസ്ഥാൻ ഡെസേർട്ടിലൂടെ ഒരാള് 2 കാല് പോലെയല്ലേ ഈ 2 ഒന്നിരിക്കുന്നത്, 2 കാലും വെച്ച് രക്ഷപ്പെട്ടു പോകുന്നു എന്നോർത്തോളൂ. അതാണ് NH-11 മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, എങ്കിൽ NH-7 കണക്ട് ചെയ്യിപ്പിക്കുന്നത് പഞ്ചാബിനെയും ഉത്തരാഖണ്ഡിനെയും തമ്മിലാണ്. പഞ്ചനദികളുടെ നാട്ടിൽ നിന്നും ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലേക്കാണ് NH-7 കണക്ട് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. 7 കടലിൽ കുളിച്ചിരുന്നാലും 7 നദിയിൽ കുളിച്ചിരുന്നാലും നിന്റെ പാപം തീരില്ലടാ എന്നൊക്കെ പറയുമല്ലോ. അപ്പോ 7 പുണ്യ നദിയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാപം തീരും എന്ന് ഓർത്തോളൂ.
ബദ്രിനാഥ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, ഋഷികേശ് എന്നീ പുണ്യ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏത് എന്ന് ചോദിച്ചാൽ അത് NH7 ആണ്. ബദ്രിനാഥ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, ഋഷികേശ് എന്നിവിടങ്ങളിലുള്ള 7 പുണ്യ നദികളിൽ കുളിച്ച് പാവം തീർക്കണം എന്നുണ്ടെങ്കിൽ NH7 പോകണം. അപ്പൊ അത് കണക്ട് ചെയ്യിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ പഞ്ചനദികളുടെ നാട്ടിൽ നിന്നും ദേവഭൂമിയിലേക്കാണ് പോകുന്നത്. NH7 പഞ്ചാബ്, ഉത്തരാഖണ്ഡ്. NH7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പുണ്യ നദിയിൽ കുളിച്ച് പാവം തീർക്കാൻ പോകുന്ന തീർത്ഥാടന യാത്ര വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. എങ്കിൽ ഇനി നോക്കേണ്ടത് NH37 NH87 ആണ്. NH37 കാസിരംഗ നാഷണൽ പാർക്കിലൂടെ കടന്നു പോകുന്നത് ഏത് നാഷണൽ ഹൈവേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NH37 ആണ്. അസമിലാണ് കാസിരംഗ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളൊക്കെ കാണപ്പെടുന്നത് കാസിരംഗ നാഷണൽ പാർക്കിലാണല്ലേ. അപ്പൊ 37 കാസി 37 രണ്ടിലും ഒരു 7 ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പൊ 37-ൽ പോയി കഴിഞ്ഞാൽ കാസി ഉണ്ട്, പിന്നെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളും ഉണ്ട് എന്നോർത്തോളൂ. കാസിരംഗ നാഷണൽ പാർക്കിലൂടെ കടന്നു പോകുന്നത് NH37. എങ്കിൽ അതിൽ നിന്നും 50 കൂട്ടിക്കഴിഞ്ഞാൽ 37-ൽ നിന്നും 50 കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 7 ഉണ്ട്, അതാണ് 87. ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പുള്ള ബ്രിഡ്ജിനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. യെസ്, പാമ്പൻ പാലം കടന്നു പോകുന്നത് NH87-ലാണ് എന്നും ഓർത്തോളൂ. അപ്പൊ NH87 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പൻ പാലം കണക്ട് ചെയ്യുന്നത് മധുരയിൽ നിന്നും രാമേശ്വരം, ധനുഷ്കോടി ആ ഏരിയയാണ്. അപ്പൊ NH87-ലൂടെയാണ് പാമ്പൻ പാലം കടന്നു പോകുന്നത്. അപ്പൊ 37-ല് കാസിയും ഉണ്ട്, കാണ്ടാമൃഗവും ഉണ്ട്. അതിൽ നിന്ന് 50 കൂട്ടിയാൽ 87-ല് പാമ്പുള്ള പാലവും ഉണ്ട് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേസ് ഏതൊക്കെയെന്ന് ചോദിക്കും. അത് NH118 NH548 പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തുല്യമാണ് 118 അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ആ പീരിയോഡിക് ടേബിളിന് തുല്യമായിട്ടുള്ള മൂലകങ്ങളുള്ള ഒരു നാഷണൽ ഹൈവേ ആണ് NH118. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേയിൽ മറ്റൊരു നാഷണൽ ഹൈവേ ആണ് NH548 NH548 എന്നും ഓർത്തോളൂ. 5 അതിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ 4 അതിന്റെ ഇരട്ടി 8 NH548. അപ്പൊ ഏറ്റവും ചെറിയ 2 നാഷണൽ ഹൈവേകള് NH118 NH548 രണ്ടിലും 8 ഉണ്ട് എന്നും ഓർക്കണം. എങ്കിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ ആണ് NH544. ഞാൻ പറഞ്ഞു NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് അല്ലെ. ശ്രീനഗറിൽ നിന്നും കന്യാകുമാരി വരെ ഉണ്ട്. എങ്കിൽ ആ NH44-ന്റെ തൊട്ട് മുമ്പേ ഒരു 5 കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു നാഷണൽ ഹൈവേ ആണ്. ഇത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് സേലത്തിനെയും തമിഴ്നാട്ടിലെ സേലത്തിനെയും കൊച്ചിയിലെ എടപ്പള്ളിയെയും തമ്മിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. സേലത്തിൽ നിന്നും മാമ്പഴവും കൊണ്ട് കൊച്ചിയിലെ പള്ളിയിലേക്ക് പോകുന്നു NH544 വഴി. എവിടെ? സേലത്തെ മാമ്പഴം, ശ്രീ രാജഗോപാലാചാരി അല്ലേ. അപ്പൊ സേലത്തെ മാമ്പഴവും കൊണ്ട് കൊച്ചിയിലെ പള്ളിയിലേക്ക് എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ NH30 കണക്ട് ചെയ്യിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഇബ്രാഹിം പട്ടണവും പിന്നെ വന്നിട്ട് സീതാർഗഞ്ച് ഉത്തർപ്രദേശ്. 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഇത്തി ഉള്ളിലുള്ള പ്രദേശത്തു നിന്നും പിന്നെ ഇത്തി അപ്പിലോട്ടുള്ള ഉത്തരത്തിലുള്ള പ്രദേശത്തോട്ടൊക്കെ പോയി ചേക്കേറി ലൈഫ് സെറ്റിൽ ആവണമെന്ന് വിചാരിക്കുമല്ലേ. അപ്പൊ അത് വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. ആന്ധ്രാപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ആരാണ് പോയത്? ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന് 30 വയസ്സുള്ളപ്പോഴത്തേക്കും വന്നിട്ട് ഉത്തർപ്രദേശിലേക്ക് പോയി. എന്തിനാ? സിത്താറൊക്കെ വായിച്ച് സംഗീതം പഠിച്ച് ജീവിതം ഉയരത്തിലേക്ക് എത്താനെന്നും കണക്ട് ചെയ്തോളൂ. യെസ്, ഇബ്രാഹിം പട്ടണത്തിൽ നിന്നും സിത്താർഗഞ്ചിലേക്കാണ് പോകുന്നത്. അത് ഇബ്രാഹിം പട്ടണം ആന്ധ്രാപ്രദേശാണ്, സിത്താർഗഞ്ച് ഉത്തർപ്രദേശ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള റോഡുകളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ആര് എന്ന് ചോദിക്കും. അത് ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരി എന്ന ഷേറിനെ പോലത്തെ ശൂരന് ഗ്രാൻഡ് ആയിട്ട് നടക്കാനായിട്ട് ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പണി അദ്ദേഹം പൂർത്തിയാക്കി എന്ന് ഓർത്തോളൂ. അത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ പണി ആരംഭിക്കുകയും ഷേർഷാ സൂരിയുടെ കാലത്താണ് അതിന്റെ പണി പൂർത്തിയാക്കിയത്. അപ്പൊ അതിന്റെ പണി പൂർത്തിയാക്കിയത് ആരെന്നായിരിക്കും ചോദിക്കുന്നത്. അത് ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ശൂരന് ഗ്രാൻഡായിട്ട് നടക്കാനായിട്ട് പൂർത്തീകരിച്ച റോഡ് എന്നും ഓർത്തോളൂ. എങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ വന്നിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കും. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് സ്ഥാപിതമായത് 1988-ലാണ് എന്നും ഓർത്തോളൂ. നമുക്ക് വണ്ടിയൊക്കെ ഓട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഹൈവേയിൽ പോയി 8 എടുത്ത് കാണിക്കണം അല്ലേ, ലൈസൻസ് ഒക്കെ കിട്ടാൻ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ 2-8 ഉള്ള ഒരു വർഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്ഥാപിതമായത്. അത് 1988-ലാണ്. എങ്കിൽ ബോർഡർ ഏരിയയിലൊക്കെ വന്നിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒന്നുമല്ല. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും
വെടിവെച്ചിടും. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ബ്രോ എന്ന് ഓർത്തോളൂ. ബ്രോ ആയിരിക്കും ബോർഡർ ഏരിയയിലേക്ക് പോയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ സെറ്റായിട്ട് കോഡിലൂടെ കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് അയച്ചു തരാം. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജൻ. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.